റൈഫിൾ ക്ലബിന്റെ 2 ഷാർപ്പ് ഷൂട്ടേഴ്സ് വിഷ്ണു അഗസ്ത്യ, ദർശന രാജേന്ദ്രൻ. വെൽക്കം ടു റേഡിയോ മാംഗോ. ഞാൻ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ടേ. ചെത്ത് എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ചെത്തല്ലേ. അപ്പൊ എനിക്ക് പേഴ്സണലി ഭയങ്കര സന്തോഷം തോന്നി. വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ രണ്ടുപേരെയും ഫസ്റ്റ് ഇൻട്രോഡക്ടറി ഷോട്ട് വന്നപ്പോ തന്നെ ഭയങ്കര അപ്രിസിയേഷൻ ആയിരുന്നു, ഭയങ്കര അപ്ലോസ് ആയിരുന്നു. എനിക്കും ഭയങ്കര സന്തോഷം ഇന്നെതിരെ ഇന്റർവ്യൂ ചെയ്യാൻ കിട്ടുമല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പം ആരാണ് ഗോഡ്ജോ, ആരാണ് കുഞ്ഞുമോൾ, അത് വെച്ച് തന്നെ തുടങ്ങാം. ഗോഡ്ജോ റൈഫിൾ ക്ലബിലെ എനിക്ക് തോന്നുന്നു റൈഫിൾ ക്ലബിൽ തന്നെ 2 ഫിലോസഫി പോകുന്നുണ്ടല്ലോ. അതായത് ഇത് ഹണ്ടിങ് ആണ് ഒരു, അതായത് ഇതിൽ അവറാൻ സെക്രട്ടറി അവറാൻ്റെ ഒരു കോൺസെപ്റ്റും, ഇത് കുറച്ചുകൂടെ സ്പോർട്സ് ഓറിയൻറ്റഡ് ആണ്, മറ്റേതൊക്കെ കുറച്ചുകൂടെ പ്രാകൃത പരിപാടിയാണെന്നൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ് ഗോഡ്ജോ. അപ്പോൾ അവർക്കിടയിൽ അങ്ങനത്തെ ഒരു കോൺഫ്ലിക്റ്റ് എപ്പോഴും ഇങ്ങനെ രസമായിട്ട് നിൽക്കും. പിന്നെ റൈഫിൾ ക്ലബിലുള്ളവരെല്ലാവരും കുറച്ചും കൂടെ അകത്തേക്ക് ചെല്ലുമ്പോഴത്തേക്ക് കുറച്ച് വിയേർഡായിട്ടുള്ള, അതെ, അങ്ങനത്തെ ആളുകളാണ്. ഔട്ട് ഓഫ് ദി ഓർഡിനറി ആണ് എല്ലാവരും കുറച്ച്. യെസ്. അപ്പോൾ അതായിരുന്നു എനിക്ക് ഗോഡ്ജെ ബേസ് ചെയ്തുള്ള എക്സ്പീരിയൻസ്. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ ഫസ്റ്റാണ് ദർശനോട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൃഷാന്തിന്റെ ഫിലിംസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്നോട് ഭയങ്കരമായിട്ട് പറയും ദർശനം വർക്ക് ചെയ്യാൻ ഭയങ്കര അടിപൊളിയാ. എന്നോട് ഇതേപോലെ വിഷ്ണുവിനെ പറ്റി അതെ, അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് കണ്ടപ്പോ തന്നെ അതെ, നമ്മൾ ഫസ്റ്റ് തന്നെ പരിചയപ്പെടുന്ന ഹായ്, ഞാനാണ് നിങ്ങളുടെ ഭർത്താവ്. ഞാൻ ആക്ച്വലി ഓടിക്കേറി വന്നതാണ് പടത്തിലേക്ക്. അപ്പോൾ ഈ ഡിന്നർ സീക്വൻസ്, ഈ പോസ്റ്ററിൽ കാണുന്ന ഡിന്നർ സീക്വൻസ് സെറ്റാണ്. അപ്പോൾ ലൈക്ക് അവരൊക്കെ പൊസിഷൻസിൽ ഇരിക്കുന്നു, ഞാൻ എങ്ങനെയൊക്കെയോ കോസ്റ്റ്യൂം ഇട്ട് ആരൊക്കെയോ എന്നോട് കഥ പറയുന്നു, അങ്ങനെ വന്നിരുന്നതാണ് ആ ടേബിളിൽ. അപ്പോൾ എൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു, ഇല്ല ഞാനാണേ ഭർത്താവ്. ലൈക്ക് ഓക്കെ, ഹലോ അത് നമ്മുടെ ഫാദറിലോ, ഓക്കെ, അത് അങ്ങനെയൊക്കെയാണ് ഞാൻ പെട്ടെന്ന് പരിചയപ്പെടുത്തി. പക്ഷെ ടേക്ക് അങ്ങോട്ട് വെച്ചപ്പോഴത്തേക്ക് വർഷങ്ങൾ കൊണ്ട് അവിടെ കുഞ്ഞുമോളായെന്ന രീതിയിൽ പ്ലേ ചെയ്തു. ഇപ്പം പറഞ്ഞപ്പോ ഞെട്ടി, കാരണം ആ ഒരു ഇന്ററാക്ഷനിൽ നിങ്ങൾ രണ്ടുപേരുടെ മറ്റൊരു സീക്വൻസ്, ഇനിഷ്യൽ ഫസ്റ്റ് സാധനമായിരുന്നു അത് ആക്ച്വലി. സോ ഐ വാസ് ആക്ച്വലി ഫ്രീക്കിംഗ് ഔട്ട്, ബിക്കോസ് ഒന്നും ഞാൻ വരുന്ന വഴി ഇവരെയൊക്കെ വിളിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞാൽ വാ, എന്നിട്ട് നമുക്ക് നോക്കാം വാ എന്ന്. അപ്പം അങ്ങനെ കയറി വന്നേ. സോ ഇറ്റ് വാസ് എ ലിറ്റിൽ സ്ട്രെസ്ഫുൾ. പക്ഷേ ബിക്കോസ് എല്ലാവരുടെയും കൂടെ ആ ഫസ്റ്റ് സീൻ ചെയ്തുകൊണ്ട് തന്നെ ഐ ഫെൽറ്റ് ലൈക്ക് എല്ലാവരുടെയും ഒരുമാതിരിയൊക്കെ ഇക്വേഷൻസും ഡൈനാമിക്സ് ഒക്കെ പെട്ടെന്ന് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റി. ആൻഡ് കുഞ്ഞുമോൾ, ഐ തിങ്ക് ഫോർ മീ, കുഞ്ഞുമോൾ ഒരു എല്ലാവരുടെയും ഓൾമോസ്റ്റ് ക്ലബിലെ ഒരു പെറ്റ് ആണ്. എന്താ, ഷീസ് ലൈക്ക് എന്താ, എല്ലാവരും കളിയാക്കും എന്ന സ്നേഹമുണ്ട്. ഷീസ് ലൈക്ക് എ പ്ലേഫുൾ, പ്രോബ്ലി വൺ ഓഫ് ദി യങ്ങസ്റ്റ്. But she's not just that through the movie. കടിച്ചപ്പെടാത്ത ഒരു പേരും ഉണ്ടല്ലോ. അതെ, റീസ മേരീസ് കറിയ. പക്ഷെ വിളിക്കാൻ സമ്മതിക്കുന്നില്ല. അല്ല, അത് ഞാൻ ഭയങ്കര പ്രൗഡായിട്ട് റീസ മേരീസ് കറിയ പറയാൻ നോക്കും, പക്ഷെ സമ്മതിക്കുന്നില്ലായിരുന്നു. ആഷിഖ് അബുവിന്റെ കൂടെ 4th കൊളാബറേഷൻ ആണ് ദർശന. ഫസ്റ്റ് ഫിലിം 4 ചെയ്തിട്ടുണ്ട്. മായാനദി, അതാണല്ലോ ഒരു റെക്കഗ്നിഷൻ തന്നെ, അതും ബാവരാമനും പാട്ട് പാടിയത്. അപ്പൊ എങ്ങനെയാണ് ഈ 4th സിനിമയിലേക്ക് എത്തിയത്? എനിക്ക് ആക്ച്വലി ഭയങ്കര ലൈക്ക് ആ ഒരു ലൈക്ക് ഒരിക്കൽ വർക്ക് ചെയ്തിരിക്കുന്ന ഫിലിം മേക്കേഴ്സിൻ്റെ കൂടെ രണ്ടാമതൊരു വർക്ക് ചെയ്യാൻ പറ്റുന്നത് ഭയങ്കര രസമാണ്. ഫസ്റ്റ്ലി സംതിങ് ഈസ് വർക്കിംഗ്, ദാറ്റ്സ് വൈ ദിസ് ഈസ് ഹാപ്പനിങ് അഗൈൻ ഫോർ മീ ആൻഡ് ഫോർ ഹിം. അപ്പോൾ അത് ഇത്രയും പ്രാവശ്യം ചെയ്യാൻ പറ്റുന്നത് ഇറ്റ് സെൽഫ് മീൻസ് ദറ്റ് നമുക്കെന്തോ ലൈക്ക് ഐ എം റിയലി ഹാപ്പി. ഈ ഒരു ഇറ്റ്സ് ലൈക്ക് വൺ ഹോം ഗ്രൗണ്ട്. അപ്പോൾ ഈവൻ ലൈക്ക് വിത്ത് ഇപ്പോൾ ഇന്ന് പ്രൊമോഷൻസിനൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു. മായാനദി ടൈമിലും ഐ റിമെമ്പർ ഗോയിങ് ഫോർ സം തിങ്സ് ആൻഡ് ലൈക്ക് കുറേ ആക്ടേഴ്സ് ഉണ്ട് ആൻഡ് ഓൾ ദീസ് ആക്ടേഴ്സ് കുറേ പേര് ഫസ്റ്റ് ടൈമാണ് പ്രൊമോഷൻസിന് പോകുന്നത്. അപ്പോൾ ഐ വാസ് തിങ്കിങ് ഓഫ് മായാനദി. വൈറസ് ആണെങ്കിലും അതെ. സോ ഇറ്റ്സ് ബിൻ ഐ മീൻ ലൈക്ക് ഐ ഹാഡ് സം ഓഫ് മൈ മോസ്റ്റ് ഫേവറേറ്റ് ആണും പെണ്ണും ഒക്കെ ഇസ് ബിൻ വിത്ത് ആഷിഖ്. സോ ഇറ്റ്സ് വെരി സ്പെഷ്യൽ. അതും കോയിൻസിഡന്റ്ലി മായാനദി റിലീസ് ആയിട്ട് ഇപ്പം ഈ 22-ാം തീയതി 7 വർഷമാകും. ഓ റിയലി? 7 വർഷമായില്ലേ? ആ ഒരു സൂപ്പർ സീനിയർ. ആ ഒരു ടൈം സിമിലർ ടൈമിൽ നമുക്ക് റൈഫിൾ ക്ലബും കുറച്ചുകൂടി സ്പെഷ്യൽ ആയില്ലേ? പിന്നെ അപ്പൊ എങ്ങനെയാണ് വിഷ്ണു ആഷിഖ് അബു സിനിമയിലേക്ക് എത്തിപ്പെട്ടത്? ഫസ്റ്റ് എനിക്കറിയില്ല ബ്രോ, കാരണം ആഷിഖേട്ടൻ അതേപോലെ വിളിച്ചിട്ട് ഒരു ദിവസം ഫ്ലാറ്റിലേക്ക് വരാൻ പറഞ്ഞ്, അങ്ങനെ ബേസിക്കലി അതിൻ്റെ പ്രൊമൈസ് ശ്വാസൊക്കെ പറഞ്ഞിട്ട് എന്നിട്ടാണ് ഇതെങ്ങനെയാണ് വേറെ എന്തെങ്കിലും കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യമൊക്കെ ചോദിച്ച്. അപ്പോൾ എന്നെ സംബന്ധിച്ച് അതായത് നമ്മൾ RDX ഒക്കെ കഴിഞ്ഞ് കുറച്ചൊരു വിസിബിലിറ്റി കിട്ടുന്ന സമയമാകുമ്പോൾ നമ്മൾ ഒരു ലിസ്റ്റ് ഇടും ഫിലിം മേക്കേഴ്സിൻ്റെ, ഇവരോടൊക്കെ ഐ മീൻ വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്ന് പറയാം, അറ്റ്ലീസ്റ്റ് ഒരു വർക്ക് എങ്കിലും കാണിക്കാനുണ്ടല്ലോ എന്ന് പറയുന്ന സിനാരിയോയിൽ
ആഷിഖേട്ടനെയൊക്കെ ഞാൻ ഒരു 4-5 പടവും കൂടെ ഒക്കെ കഴിഞ്ഞിട്ട് വിളിക്കാം എന്നൊക്കെ വിചാരിച്ചിരുന്ന സ്ഥലങ്ങളിൽ നിന്ന് എനിക്ക് ആഷിഖേട്ടനൊരു ഒരു ഒരു ഉഗ്രവേഷം തന്നു. ഐ മീൻ ശ്യാമേട്ടനോടൊക്കെ എന്താ പറയുന്നത്, ഫസ്റ്റാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഭയങ്കര എന്താ പറയുന്നത്, ഭയങ്കര റിലേഷൻഷിപ്പ് ഉണ്ടായി അതിൽ. അപ്പോൾ ഐ എം സോ ഹാപ്പി ബ്രോ. ഭയങ്കര ഗ്രേറ്റ് മാസ്റ്റേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന, ഭയങ്കര കൂളായിട്ടുള്ള, ഭയങ്കര ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു സെറ്റിൽ വർക്ക് ചെയ്യുന്നത്. ഇനി ആഷിഖേട്ടൻ ഒരു പാസിങ്ങിനൊക്കെ വിളിച്ചാൽ പോലും ഞാൻ പോകും. അതാണ് ഞാൻ ഇങ്ങനെ ആഷിഖേട്ടൻ വിളിക്കുമ്പോൾ യു ആർ നോട്ട് ക്വസ്റ്റ്യനിങ് ടു മച്ച്. ആ സമയത്ത് ഇതേപോലെ ഐ ഡിഡ്ന്റ് നോ എന്താണെന്ന് അറിയില്ല, ക്യാരക്ടർ അറിയില്ല, വാട്ട്സ് ഗോയിങ് ഓൺ, ഷൂട്ട് നാളെയാണ്, ഇപ്പൊ എത്താൻ പറ്റുമോ എന്നായിരുന്നു. ഐ സെഡ് ഇപ്പൊ പറ്റൂല, നാളെ രാവിലേക്ക് എത്താം. അങ്ങനെയാണ്. ഐ ഫീൽ ലൈക്ക് ആഷിഖേട്ടനെ വിളിച്ചാൽ ഞാൻ നൽകോ. നമ്മുടെ ഞങ്ങളുടെ ഫസ്റ്റ് എടുത്ത മറ്റേ ശിക്കാരി ശമ്പം എങ്ങോട്ടാ എന്ന് പറയുന്ന സംഭവത്തില് നമ്മൾ ഭയങ്കരമായിട്ട് ചിരിക്കണം. ഇത് കഴിഞ്ഞിട്ട് ചിരിക്കണം. ഒരു തവണ ആ പ്ലേ എടുത്തതിന് ശേഷം വീണ്ടും നമ്മുടെ ചിരി മാത്രം ക്ലോസ് ഒക്കെ വരും. അവിടെ സുരഭി എന്ന് പറഞ്ഞൊരാളില്ലായിരുന്നെങ്കിൽ ഞാൻ തകർന്നടിഞ്ഞു പോയേനെ. കാരണം സുരഭി വീണ്ടും 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 നമ്മുടെ മുഖത്ത് അവിടെ നിൽക്കുന്ന ആരുടെ മുഖത്തേക്ക് ക്യാമറ വെക്കുമ്പോഴേ ഈ ഹോൾ സംഭവം അതിന്റെ കളിയാക്കലും അത്ര എനർജിയിൽ ആവർത്തിക്കും. അപ്പം നമുക്ക് നേരത്തെ ചെയ്ത പോലെ അങ്ങ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ എസ്പെഷ്യലി ചിരിയൊക്കെ ജെന്യൂനായിട്ട് ചിരിക്കാൻ കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്ക് ചെയ്യും. അതായത് നമ്മള് ഫോട്ടോയിൽ ചിരിക്കാൻ നിൽക്കുന്ന പോലെ കുറച്ചു നേരം കഴിയുമ്പോൾ അങ്ങ് ഇത് അതിന്റെ അളിഞ്ഞു പോകും. അപ്പോ ആ സ്ഥലം വീണ്ടും വീണ്ടും ടെക്സ്റ്റിൽ ഇല്ലാത്ത സാധനങ്ങളൊക്കെ പറഞ്ഞ് നമ്മളെ ജെന്യുവൻലി ചിരിപ്പിക്കും. അപ്പോ ഭയങ്കര ഇപ്പൊ ആ ഡിന്നർ സീനിന്റെ സ്ഥലത്ത് ആരുടെ ഫേസിലേക്ക് ക്യാമറ പോയാലും ഹോൾ പ്ലേ ഞങ്ങൾ അവിടെ ഇരുന്ന് ആവർത്തിക്കും. മനസ്സിലാവുമോ? അപ്പോൾ അങ്ങനെയൊക്കെ വളരെ കുറച്ച് സിനിമകളിൽ ഇത്രയും ആക്ടേഴ്സ്, കാരണം ശരിക്കും ആ ക്ലബ്ബ് ഫോം ചെയ്തിരുന്നു നമ്മുടെ ആൾക്കാരുടെ മനസ്സിലും. എല്ലാവരോടും സൗഹൃദവും എന്താ പറയുക, കുട്ടേട്ടനോടൊക്കെ നമ്മുടെ ആദ്യത്തെ ഒരു ഭയങ്കര സീനിയർ ആയിട്ടുള്ള ഒരു ആക്ടർ എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ നിന്ന് കുറച്ചുകൂടി ഒരു കുട്ടേട്ടൻ സ്ഥലം, അങ്ങനെ 1-on-1 ബോണ്ട്സ് എല്ലാവരും ഫോം ചെയ്തു നമ്മള് ബേസിക്കലി. അതെ. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്ന ഐ മീൻ ദിലീഷേട്ടനൊക്കെ എന്തെങ്കിലും ഒരു ഡയലോഗ് നമ്മുടെ ഫേസിൽ നോക്കി പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഫേസിലാണ് വെക്കുന്നതെങ്കിൽ ക്യാമറയുടെ ലെഫ്റ്റിൽ നോക്കി നമ്മളത് പറയണ്ട, അവിടെ ആള് വന്ന് നിൽക്കും, നിന്നിട്ട് ആ ഡയലോഗ് നമുക്ക് തരും, എന്നിട്ട് നമുക്ക് അവരുടെ ഐ പിക്ക് ചെയ്ത് പറഞ്ഞാൽ മതി. അപ്പൊ എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഇത്രയും ആക്ടേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കോൺട്രിബ്യൂട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത ഒരു ഫിലിമായിരുന്നു. ഇറ്റ്സ് സോ വെരി വെരി സ്പെഷ്യൽ ഫോർ മീ. സുരഭിയുടെ കാര്യം പറഞ്ഞപ്പോൾ നമ്മുടെ പ്രസ് മീറ്റിൽ പറഞ്ഞിരുന്നു ഈ തോക്കൊക്കെ യഥാർത്ഥ തോക്കായിരുന്നു, തോക്കായിരുന്നു. അത് എന്താ വെച്ചാൽ ജെന്യുവൻലി പറഞ്ഞ, പക്ഷെ ഒരു 1/4 മണിക്കൂറായിട്ടുള്ളത് ജെന്യുവൻ തോക്കല്ലാന്ന് പുള്ളിക്കാരിക്ക് മനസ്സിലായിട്ട്, അതുകൊണ്ട് പക്ഷെ ബേസിക്കലി അങ്ങനത്തെ അത്രയും ഹെവി ആയിട്ട് റിയൽ ആയിട്ട് ഉണ്ടാക്കിയ സാധനങ്ങളാണ്. സോ 6 kg വെയിറ്റ് ഉള്ള ഒരു റൈഫിളില് 6 kg വെയിറ്റ് തന്നെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതല്ലാതെ ഇത് മറ്റേ 1 കിലോ വെയിറ്റ് വെച്ചിട്ട് ബാക്കി അഭിനയിക്കണ്ട. ഇത് എടുക്കുന്നതിന്റെ പൊസിഷനിങ്ങും ഒക്കെ ഈ വെയിറ്റിൽ വെച്ച് തന്നെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ജെന്യുവൻലി തോന്നിയത് തെറ്റൊന്നുമില്ല. അത് ആ ക്രെഡിറ്റ് നമുക്ക് അജയൻ ചേട്ടന് കൊടുക്കാം. അപ്പൊ ഈ ഷൂട്ടിംഗ് സ്റ്റാൻസസിന് വേറെ ട്രെയിനിങ് ഉണ്ടായിരുന്നു? കാരണം ട്രെയിലറിൽ തന്നെ ഉണ്ടല്ലോ പറഞ്ഞ് ആയതുകൊണ്ട് ചിലപ്പോൾ പാടിപ്പോയല്ലോ. ഞങ്ങൾക്ക് ടെൻഷനായിരുന്നു. എന്താ വെച്ചാൽ ഇത് എല്ലാവർക്കും ഉണ്ടെന്നറിയാം, എന്താണെന്ന് അറിയില്ല. സീൻ വൈസ് എല്ലാവർക്കും ഷൂട്ട് ചെയ്യണം എന്നറിയാം. പക്ഷെ അപ്പോൾ there was a trainer, ഷൂട്ടർ മിലിൻ എന്ന് പറഞ്ഞിട്ട്, he was the one who was training എല്ലാവരും. അപ്പോൾ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഈ സമയം കിട്ടണം. ഇപ്പോൾ we were all coordinating. അപ്പോൾ 8:30 ഞാൻ പോയി പ്രാക്ടീസ് ചെയ്തേ. ഓക്കെ, അങ്ങനെയൊക്കെ പ്രാക്ടീസ് ഒക്കെ ഉണ്ടായിരുന്നു. പേര് ശ്യാമേട്ടൻ ഇട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ പാളും. അങ്ങനെയാണ്. പിന്നെ ഗൺസിന്റെ മീൻ ഇത് ഉണ്ട പൊട്ടും ബേസിക്കലി. അപ്പോൾ പക്ഷേ 1 instruction that all actors got was ഞെട്ടാൻ പാടില്ല, മാസമാണ് പരിപാടി. അപ്പോൾ എല്ലാവരും മറ്റേ ഭയങ്കര ലുക്കിലൊക്കെ നിൽക്കും, പക്ഷെ പൊട്ടുമ്പോൾ ഞെട്ടാതിരിക്കാൻ പറ്റില്ല. സോ എല്ലാവരും കൂടെ ഇരുന്നിട്ടൊരു ഇങ്ങനെ ഒരു സാധനം 2-3 ടേക്ക് അങ്ങനെ തന്നെ പോകും. കാരണം നമ്മള് ഞെട്ടിയിട്ടും കണ്ണടച്ചിട്ടും ബേസിക്കലി ബ്രോ ആ സമയത്ത് നമ്മൾ ഭയങ്കര ഷാർപ്പ് ഷൂട്ടറായിട്ട് നിൽക്കുന്നല്ലാതെ ജെന്യുവൻലി ജീവിതത്തിൽ എന്തെങ്കിലും എവിടെങ്കിലും പടക്കം പൊട്ടിയാൽ പേടിക്കുന്ന ടീമാണ്.
പിന്നെ ഇത് ഭയങ്കര വെയിറ്റ്. അപ്പൊ ഈ ലാസ്റ്റ് കാണുന്ന എല്ലാരും നിൽക്കുന്ന ഷോട്ട് എന്ന് പറഞ്ഞാൽ ആ ക്യാമറ ഇങ്ങനെ മെല്ലെ അവിടെ ലാസ്റ്റ്, ഞങ്ങളൊക്കെ ലാസ്റ്റ് ആ സൈഡിലാ. അപ്പൊ ഇത് അവിടെ എത്തുന്നത് വരെ ഞങ്ങൾ ഇങ്ങനെ പിടിച്ച് ക്യാമറ എപ്പോഴാ വരുന്നത്. എനിക്കൊരു ഫ്രെയിം ഉണ്ട് ഇവിടുന്ന് ഇതാക്കിയേക്കുന്നത്. അവിടുന്ന് ഒരു 10-12 എല്ലാവരെയും ഈ 12 വെടിക്ക് ഒരു കുഴപ്പമില്ലാതെ നിക്കണം. അതെ അതെ അതെ. ഇതിലൊരു പ്രത്യേക സയൻസും ഉപയോഗിച്ചിട്ടുണ്ടല്ലോ, spoiler ആക്കണ്ട. പ്രത്യേക സയൻസും. ഐ മീൻ ഞാൻ പിന്നെ റൈഫിൾ ക്ലബിൽ തന്നെ അതിന്റെ സ്പോർട്സ് വേർഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ജെന്യൂൻലി ഇവര് പഠിപ്പിക്കുന്ന സ്ഥലങ്ങളും ബാക്കിയുള്ള സാധനങ്ങളും ഒക്കെ കുറച്ചും കൂടെ ഫിസിക്സ് ഓറിയന്റഡ് ആണ്. അപ്പൊ ആ ആംഗിളിലാണ് എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിന് റൈഫിളിനോടുള്ള താല്പര്യം. അപ്പം എല്ലാ സ്ഥലങ്ങളിലും ഇവര് കുറച്ചും കൂടെ റോ ആയിട്ട് കാട്ടിലെ അങ്ങനത്തെ എലമെന്റ് പിടിക്കുമ്പോൾ ഇത് കുറച്ചും കൂടെ ഫിസിക്സ് ഓറിയന്റഡ്, അല്ലെങ്കിൽ ഇവിടുന്ന് ഈ റൈഫിൾ ക്ലബിൽ നിന്ന് ഒരാളെ ഒളിമ്പിക്സിലേക്കൊക്കെ അയക്കണം എന്നൊക്കെ പറയുന്ന ഒരു അങ്ങനെയൊക്കെ എനിക്ക് സബ് സ്റ്റോറി ഐ മീൻ ഇത് തന്നത്. സ്റ്റോറി ചിലപ്പോ ഒരു സിംഗിൾ പേജിൽ നിൽക്കും, പക്ഷെ എല്ലാവർക്കും ഒരു ക്യാരക്ടർ ആക്കുണ്ട്. നിങ്ങളുടെയൊക്കെ ഒരു ആക്ക് എന്തായിരുന്നു? എൻ്റെ ഒരു ഇതെന്ന് പറയുമ്പോൾ ഇപ്പോൾ റൈഫിൾ ക്ലബ്ബ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഭയങ്കര 2 ദൂരത്തിൽ നിൽക്കുന്ന ഫിലോസഫിയിലുള്ള ഒരു അളിയനും വേറൊരു അളിയനും. അപ്പൊ ഇവര് തമ്മിൽ എപ്പോഴും തരം കിട്ടുന്ന സമയത്ത് കളിയാക്കാനോ അല്ലെ ട്രോളാനോ ഒക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവർക്കിടയിൽ അങ്ങനത്തെ ഒരു ഭയങ്കര ശത്രുത അല്ലാത്ത ഒരു കോൺഫ്ലിക്റ്റ് എപ്പോഴും ഉണ്ട്. അതിൽ നിന്ന് ട്രാവൽ ചെയ്ത് വന്ന് സർവൈവ് ചെയ്യേണ്ട ഒരു പോയിന്റ് വരുമ്പോഴത്തേക്ക് ഇവരുടെ ഫിലോസഫി ഇവർ കുറച്ചുകൂടെ സ്ട്രെച്ച് ചെയ്ത് ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അതാണ് എനിക്ക് ഫീൽ ചെയ്ത ആർക്ക്. ഇനിയിപ്പോ മനുഷ്യർ കാണുമ്പം അവർക്ക് ഫീൽ ചെയ്യുന്നതാണ് ആർക്ക്. എന്തായിരുന്നു അപ്പം? അല്ല എനിക്കും ഐ തിങ്ക് കുറെയൊക്കെ ഈ ഡൈനാമിക്സ് ബിറ്റ്വീൻ ഇപ്പൊ എനിക്ക് അങ്ങനത്തെ ചോദ്യങ്ങളായിരുന്നു വന്നോടനെ. അധികം ചോദ്യം ചോദിക്കാൻ സമയം കിട്ടിയില്ലായിരുന്നു. ബട്ട് ബേസിക്കലി നമ്മൾ എത്ര കാലമായിട്ട് മാരിഡ് ആണ്, അല്ലെങ്കിൽ ഇപ്പോ മീൻസ് ന്യൂ ലവ് ആണോ, അങ്ങനത്തെ ബാക്ക് സ്റ്റോറീസ് ഒക്കെ ഞങ്ങൾ തന്നെ ബിൽഡ് ചെയ്ത് ശ്യാമേട്ടനും വിളിക്കും. എന്നിട്ട് ഇങ്ങനെയൊക്കെ തന്നെയല്ലേ, സ്നേഹത്തിലല്ലേ, ഇങ്ങനെയല്ലേ ഇങ്ങനത്തെ. അപ്പൊ അങ്ങനെ ഇല്ലെങ്കിലും വി ഹാവ് ടു ബിൽഡ് ഇറ്റ് സോ ദാറ്റ് അടുത്തിരിക്കുമ്പോ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഫിസിക്കലി എങ്ങനെയാണ് ഇത് തമ്മില്, അങ്ങനത്തെ ഒക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ ബിൽഡ് ചെയ്തിരുന്നു. പിന്നെ ഈ 2 ഐഡിയോളജീസിലും ഇപ്പോൾ ഹീ ഈസ് ദിസ് വേ, ഫാദർ ഇൻ ലോ ഇസ് ഇൻ അനദർ സൈഡ്, ഓർ അപ്പോൾ അവർ തമ്മിലുള്ള പരിപാടികൾ. അപ്പം അങ്ങനെ പിന്നെ ഒബ്വിയസ്ലി വി ഹാഡ് ഡൺ കുറച്ച് സീൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു വിച്ച് വർ നോട്ട് ഇൻ ദ ഫിലിം. അപ്പം അതൊക്കെ ഇൻഫോം ചെയ്തിട്ടുണ്ട് ഈ കാണുന്ന സീൻസിന്. ആകെ ഞങ്ങൾ പേടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ നമ്മളോടൊന്നും പറയാതെ നിങ്ങൾ ജസ്റ്റ് ഒരു സ്ഥലത്തേക്ക് വന്നു ഡാൻസ് ചെയ്ത് 2 സ്റ്റെപ്പ് പഠിക്കണം. ഞങ്ങൾ 2 പേരും, എൻ്റെ ദൈവമേ വേറെ ആരും കിട്ടിയില്ല, ഞങ്ങളെ 2 പേരും കൂടെ സ്റ്റെപ്പ് പഠിപ്പിച്ച് റംസാൻ ഇരുന്ന് ഞങ്ങളെ. റാഫി സാറിനോട് പറഞ്ഞു, സാർ ഇതേപോലെ അറിയാൻ വയ്യാത്ത ഒരു ജോലി ചെയ്യാൻ പോകും. അപ്പൊ റാഫി സാർ അറിയാൻ വയ്യാത്ത 2ാമത്തെ ജോലി ചെയ്യാൻ പോകും. ഞാൻ അതേതാ അഭിനയം അങ്ങനത്തെ ഒരു മോഡലാണ്. എനിക്ക് ഞങ്ങക്ക് ഭയങ്കര കോമൺ ഗ്രൗണ്ട് കിട്ടി. ഞാൻ ഇങ്ങനെ പേടിച്ചിങ്ങനെ വരുമ്പോ കാണാൻ ഒരാൾ എന്നെ പോലെ പേടിച്ചിരിക്കും. അപ്പൊ നമുക്ക് നോക്കാം അങ്ങനെയൊക്കെ ഫിഗർ ഔട്ട് ചെയ്യാം. റംസാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. പക്ഷെ നല്ലപോലെ വർക്ക്ഔട്ട് ആയി. എനിക്ക് നിങ്ങളുടെ ആ കെമിസ്ട്രി നല്ലപോലെ വർക്ക്ഔട്ട് ആയി. ഞങ്ങൾ ഭാര്യയും ഭർത്താവായിട്ട് തോന്നി. ഇതിന്റെ ഒരു കാസ്റ്റിനെ പറ്റി പറയണം. ഒരു ഓൺസോംബിൾ കാസ്റ്റ് ആണ്. വിജയരാഘവൻ സാറ്, വാണി വിശ്വനാഥ് നാഗർ, അനുരാഗ് കശ്യപ്, ഇതുപോലത്തെ ഒരു കാസ്റ്റിന്റെ കൂടെ വർക്ക് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരം, ആ ഒരു എക്സ്പീരിയൻസ് അതെങ്ങനെയായിരുന്നു? ഭയങ്കര രസമായിരുന്നു. ദാറ്റ്സ് ലൈക്ക് ദ ഹൈലൈറ്റ് ഫോർ മീ. ഈ പടത്തിന്റെ ഇത്രയും ആക്ടേഴ്സിൻ്റെ കൂടെ യു ഡോണ്ട് ഗെറ്റ് ടു ഡു സച്ച് എൻ ഓൺസോംബിൾ ഫിലിം ടു ഓഫൺ. അപ്പോൾ അതിൽ എല്ലാവരും അവരുടേതായ സ്പേസിൽ ഭയങ്കര കംഫർട്ടബിൾ ആണ്. എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യാണ് ഈച്ച് അതർ സ്പേസ്. അപ്പോൾ ഭയങ്കര അങ്ങനത്തെ നല്ലൊരു എൻവയൺമെൻ്റ് ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ ഓൾ ദീസ് ആക്ടേഴ്സ് ഞങ്ങൾക്ക് അങ്ങനെ ഒരു മലമുകളിലായിരുന്നു. അപ്പോൾ വി ഡിഡ്ന്റ് ഹാവ് കാരവാൻസ് ഓർ അപ്പോൾ ഞങ്ങൾ ഒരു മറ്റേ ടെൻറ്റ് കെട്ടി 3 ക്യാബിൻസ് ആയിരുന്നു ഉള്ളത്. ഈ 3 ക്യാബിൻസിലാണ് ഈ കാണുന്ന ആക്ടേഴ്സ് എല്ലാം റെഡി ആവുന്നതും ഭക്ഷണം കഴിക്കുന്നതും എല്ലാം. അപ്പം നമ്മൾ ഈ 30-40 days വി വർ ജസ്റ്റ് ഇൻ ഈച്ച് അതർ സ്പേസസ് ഓൾ ദ ടൈം. അപ്പോൾ അത് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഒന്നും കിട്ടാറില്ല. ഇപ്പൊ എല്ലാ സെറ്റിലും കാരവാൻസ് ഉണ്ടാവും, എവറിബഡി ഈസ് ഇൻ ദർ ഓൺ സ്പേസസ്. എത്രയൊക്കെ ചില്ല് ചെയ്താലും ഇത്രയും
അങ്ങനെ ഇന്ററാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പൊ ലൈക്ക് വാണി ചേച്ചി, കുട്ടേട്ടൻ, പൊന്നമ്മ ചേച്ചിയുടെ ഒക്കെ കൂടെ ഭയങ്കര ഒരു ബോണ്ട് ഫോം ചെയ്തു. അത് അങ്ങനെ കിട്ടാറില്ല വെരി ഓഫൺ. അപ്പം വെരി വെരി ഗ്ലാഡ് ദാറ്റ് അതായിരുന്നു സെറ്റപ്പ്. മൊബൈൽ ഫോണിൽ നെറ്റ്വർക്ക് ഇല്ലായിരിക്കും, അപ്പൊ ചില്ല് ചെയ്തേ പറ്റൂ. അപ്പൊ ചീട്ട് കളി, ക്രിക്കറ്റ് കളി, ക്രിക്കറ്റ് കാണുക. ഒരു 4 ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ആഷിഖേട്ടനും ശ്യാമേട്ടനൊക്കെ ഇവര് ശരിക്കും ക്ലബായി. അപ്പൊ അതെ, അവിടെ സൈഡിൽ പല പല പരിപാടി ഷൂട്ട് നടക്കുന്നു. എല്ലാവരും എല്ലാ സമയത്തും ഷൂട്ടിലുണ്ട്. അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഈ 2 മണിക്ക് ഷോട്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് 2 മണിക്ക് ഷോട്ട് ഒന്നും ഉണ്ടാവില്ല, രാത്രി 2 മണിക്കൊക്കെ ആയിരിക്കും ഷോട്ട്. അപ്പൊ നമ്മൾ ആ 2 മണി തൊട്ട് ഈ 2 മണി വരെ വെറുതെ ചില്ലിയാണ് എല്ലാരും കൂടെ. അപ്പൊ എല്ലാരും ഭയങ്കര IPL ഫാനാണ്, ചെന്നൈ സൂപ്പർ കിങ്സ് തല ഫാനാണ്. അതെ, ഭയങ്കര ഡിവോട്ടിയാണ്. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ കളി വരുമ്പോ ഒരു ബോള് എറിയുന്നതിന് തൊട്ട് മുമ്പ് കണ്ണൊക്കെ അടച്ചിട്ട് എന്തായി പിന്നെ നമ്മള് ശബ്ദം ഉണ്ടാക്കിയിട്ട് ഔട്ട് എങ്ങാനും ആയാല് പിന്നെ നമ്മളെയൊക്കെ പുറത്തിറക്കും. ഈ ഒരെണ്ണം ഔട്ടായി, നമ്മള് കാരണമാണ് ഔട്ടായത്, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ സമാധാനം കിട്ടുന്നില്ല, നിങ്ങളൊക്കെ പുറത്തു പോയെന്നൊക്കെ പറഞ്ഞ്. അപ്പൊ എല്ലാവരുടെയും അങ്ങനത്തെ ലൈക്ക് യു ഗോട്ട് ടു നോ പീപ്പിൾ എ ലിറ്റിൽ ഡീപ്പർ ദാൻ യു നോർമലി ഡു. ദിലീഷേട്ടന്റെ ഒരു ദിവസം വന്നിട്ട് വാണി ചേച്ചി ഭയങ്കര ചെന്നൈ സൂപ്പർ കിങ്സ് ഫാനാണ്. ആണോ? ഓക്കെ, എന്നാ ഇപ്പൊ കുഴപ്പമില്ല നിൽക്കുന്ന ഒരു ടീം പറയടാ. ഞാൻ പറഞ്ഞു രാജസ്ഥാൻ റോയൽസ് സഞ്ജുവിന്റെ. ഓക്കെ, നേരെ അങ്ങോട്ട് ചെന്നിട്ട് രാജസ്ഥാൻ റോയൽസ് ഒരു കുന്തം അറിയില്ല. അതിന്റെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? അപ്പം റെസ്പോൺസ് അപ്പോഴേ എണീറ്റല്ലേ ഫൈറ്റ് തുടങ്ങി ഇവര് തമ്മിൽ. പിന്നെ മിഠായി ഒക്കെ കൊടുക്കും, രാജസ്ഥാൻ റോയൽസ് ജയിച്ചായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ട്രീറ്റ്, എന്റെ ട്രീറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതായിരുന്നു ബേസിക്കലി അവിടുത്തെ മോഡ്. എനിക്ക് തോന്നുന്ന വെച്ചാൽ നമ്മള് ഒരുപാട് സിനിമകൾ കണ്ടിട്ടുള്ളതാണ് വാണി ചേച്ചിയുടെ, വിജയരാഘവൻ സാർ, കുട്ടേട്ടൻ്റെ ഒക്കെ. അപ്പൊ ആ സ്ഥലത്ത് നമുക്ക് ജെന്യുവൻലി നമ്മള് ഫുൾ ടൈം പ്രേക്ഷകനും പാർട്ട് ടൈം ആക്ടറും ആയിരിക്കുമല്ലോ എല്ലാ സമയത്തും. അപ്പൊ ആ ഒരു ഭാരം നമുക്കുണ്ടാവും, ഒരു ബഹുമാനത്തിന്റെ, അല്ലെങ്കിൽ ഒരു അച്ഛനായിട്ട് അഭിനയിക്കുന്ന പോലെ ആ ഡൈനാമിക്സിന് ആ ഒരു ഭാരം നമുക്ക് എപ്പോഴും ഉണ്ടാവും. അപ്പൊ അതൊരു 1-2 ദിവസം കൊണ്ട് ബ്രേക്ക് ആയിട്ട് കുറച്ച് ഒരു 10 ദിവസം കഴിഞ്ഞപ്പോ ഞാൻ ആലോചിച്ചേ, ഞാൻ വിജയരാഘവൻ സാറിന്റെ കൂടെ അഭിനയിക്കല്ലേ. ഐ മീൻ അങ്ങനത്തെ ഒരു സിനാരി നമുക്കത് മറക്കില്ലേ. അത് എനിക്ക് തോന്നുന്നു അത് അവര് ഹോൾഡ് ചെയ്യാത്തോണ്ടാണ്, ആ ഈഗോ അവര് ഹോൾഡ് ചെയ്യാതെ നമ്മളെ റിസീവ് ചെയ്യുന്നോണ്ടാണ് നമുക്ക് ആ ഭാരം ഇറങ്ങി പോകുന്നത്. ബഹുമാനം ഇല്ല എന്നല്ല, പക്ഷെ അടുപ്പം തോന്നുന്നത് അതുകൊണ്ടാണ്. അത് ഞാൻ ചോദിക്കാൻ ഒരു ഫേസ് ഓഫ് സീൻ ഉണ്ട് സാറിന്റെ കൂടെ, അതൊക്കെ ചെയ്യാൻ. അതെ എനിക്ക് ഇതൊക്കെ മറ്റേ ഗണ്ണിങ്ങനെ വെക്കുന്ന സമയത്ത് ഇതാക്കി കുറച്ചും കൂടെ ഇത് ഇറത്തിപ്പിടി, അങ്ങനെ പിടി, അങ്ങനെ ആക്കുക, ആ ഷാർപ്പായിട്ട് അങ്ങ് നിന്നോ എന്ന് അതിന്റെ ഓപ്പോസിറ്റ് നിന്ന് ഈ കുട്ടേട്ടൻ പറയും അതിലെന്തെങ്കിലും ഇതുണ്ടെങ്കിൽ കുട്ടേട്ടൻ പറയും. അപ്പൊ നമ്മൾ അങ്ങ് ചെയ്താൽ മതി. ഭയങ്കര വോം ആയിരുന്നു ആ വേൾഡ്. ലൈക്ക് ജസ്റ്റ് ഈവൻ ആക്ടിങ് ആയാലും, ഐ മീൻ വെൻ യു ആർ ആക്ടിങ്, പുറത്തുനിന്ന് എന്തെങ്കിലും ഇങ്ങനെ പറയാൻ ഒരാൾക്ക് ഫ്രീഡം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അത് ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന പോലെ തോന്നിയായിരുന്നു. ഈവൻ ഞാൻ ഈ ആദ്യത്തെ ദിവസം വന്ന് ഇവരൊക്കെ കുറച്ച് 2-3 ദിവസം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. യു ആർ കമ്മിങ് ഇൻ ആസ് എ ന്യൂ പേഴ്സൺ. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഓൾറെഡി ഏകദേശം ഫോം ആവുന്നുണ്ട്. അപ്പം ഞാൻ വന്നിരുന്നു, ഐ എം ജസ്റ്റ് ലൈക്ക് ഈ മോഡിൽ വാട്ട് എം ഐ ഡൂയിങ്, വാട്ട് ഇസ് ദിസ്, വാട്ട്, ആ മോഡിൽ ഇരിക്കുമ്പോൾ ലൈക്ക് വൺ ചേച്ചി സെറ്റ് കണ്ടോ, കുഞ്ഞുമോൾക്ക് വേണ്ടിയിട്ട് ഇത്രയും ഞങ്ങൾ സെറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്യായിരുന്നു. സോ it was a small thing, but it suddenly made me feel like, oh, I'm part of this group, I'm part of the club. അപ്പോൾ അങ്ങനത്തെ എല്ലാവരും അങ്ങനെ ആയിരുന്നു. Like there was that sense of camaraderie. ഇതിൽ മറ്റൊരു ക്യാരക്ടറിനെ കുറിച്ച് പറയണം, ഒരു ഗ്ലോബൽ സെൻസേഷൻ ആയ ഹനുമാൻ കൈൻഡ്. അത് സിനിമ പ്രൊഡക്ഷൻ ടൈമിലായിരുന്നല്ലോ ഈ ഒരു ബിഗ് ഡോഗ്സ് ഇറങ്ങുകയും തിരിച്ചു വന്നിട്ട് ആ ഒരു അഹങ്കാരം എല്ലാം കാണിച്ചത്. ശ്രീലക്ഷ്മി പറയുന്നത് നമ്മളാണ് ലക്കി ചാം, ഞങ്ങള് കാരണമാണ് അത് ഹിറ്റ് ആയെന്നാണ് പറയുന്നത്. ഞങ്ങൾ അങ്ങോട്ടാണ് അത് ക്ലെയിം ചെയ്യുന്നത്. ബ്രോ നമ്മളോട് അഭിനയിച്ചു, ഇന്റർനാഷണലായി. അപ്പൊ ഇനിയും അങ്ങനത്തെ സാധ്യത കിട്ടു കഴിഞ്ഞാൽ ഉപയോഗിച്ചോളൂ, നമ്മളോട് അഭിനയിച്ചോളൂ. ആ ടൈമിൽ വേറെ ഒരെണ്ണം ഇറക്കിക്കോളൂ. അങ്ങനെയാണ്. സൂരജ് സൂപ്പർ കൂൾ, ഐ മീൻ ഹനുമാൻ കൈൻഡ് ഈസ് സൂപ്പർ കൂൾ. ആ സമയത്ത് നമ്മളുടെ ഷൂട്ടിനുണ്ടായിരുന്നപ്പം ഉള്ള ഒരു വളരെ ഫ്രീ ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. ഐ മീൻ ഭയങ്കര ജെന്യൂൻ ആയിട്ടുള്ള ഒരു, നമ്മുടെ എല്ലാ ഗെയിംസിലും കൂടി. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇത് ഇറങ്ങി നമ്മളിപ്പോൾ കൺഗ്രാറ്റ്സോ അല്ലെ എന്തെങ്കിലും നമുക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഐ മീൻ ആ ഒരു ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോമിൽ എത്തിയത്. അപ്പൊ അത് തിരിച്ചു ഇപ്പോൾ ഞങ്ങൾ 2 ദിവസം കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീസ് എ വെരി ഗ്രൗണ്ടഡ് ആർട്ടിസ്റ്റ്. കാരണം
അങ്ങനത്തെ എന്തെങ്കിലും ഒരു സക്സസിൽ ക്യാരിഡ് അവേ ആകാൻ ഒരിക്കലും ഒരു സാധ്യതയില്ലാത്ത ആർട്ടിസ്റ്റാണ് അയാൾ. ഐ മീൻ മ്യൂസിക്കൽ ആർട്ടിസ്റ്റാണ്. ഐ മീൻ ബിക്കോസ് ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും നമ്മൾ കണ്ടിട്ടില്ല, നമുക്ക് പ്രസക്തിയുടെ അളവിൻ്റെ അനുസരിച്ച് ചിലപ്പോൾ ക്യാരക്ടേഴ്സിന് ചേഞ്ച് വരാം. അങ്ങനത്തെ ചേഞ്ച് ഇല്ലാത്ത ഒരാളാണ്. എന്തായാലും നേരത്തെ പറഞ്ഞിരുന്നു അളിയൻ പോര്, അതുപോലെ തന്നെ നാത്തും പോരും ഗിരീഷ് പോത്തൻ. ആ ഒരു ഡൈനാമിക്സ് എങ്ങനെയുണ്ടായിരുന്നു? കാരണം എവിടെ കണ്ടാലും കീരിയും പാമ്പും വി റിയലി ഹാഡ് ഫൺ വിത്ത് ഇറ്റ്. അത് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ മുമ്പും പറഞ്ഞു, ബട്ട് ആഷിഖേട്ടന്റെ പടത്തിലാണ് ലൈക്ക് കൊഞ്ഞനം കുത്തുന്ന നായികമാരും അങ്ങനെയൊക്കെ കുറച്ച് മോൾഡിലല്ലാത്ത കുറച്ച് ക്വർക്കി സാധനങ്ങൾ ചെയ്യാൻ പറ്റും. റെഡി ഓട്ടോമാറ്റിക്കലി റെഡി ആയിരുന്നു. പിന്നെ ഞങ്ങൾ രണ്ടുപേർക്കും ലൈക്ക് ഇപ്പൊ ഈ ആക്ഷനൊക്കെ ചെറിയ കൊറിയോഗ്രഫി, ടൈമിങ്, അങ്ങനത്തെ സാധനങ്ങളാണല്ലോ എല്ലാം. നമ്മൾ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു മോസ്റ്റ് ഓഫ് ആർ ആക്ഷൻ സീക്വൻസ്. അപ്പൊ അതൊക്കെ നമുക്ക് ഇതേപോലെ യുനോ വെരി ഈസി ടു വർക്ക് വിത്ത് ഹെർ ആൻഡ് ഞങ്ങൾ ആ ഒരു ഇറ്റ് വാസ് റിയലി നൈസ്. ഐ ജസ്റ്റ് റിയലി എൻജോയ്ഡ് വർക്കിംഗ് വിത്ത് ഹെർ. ഞാൻ ചോദിക്കാൻ വന്നത് ഒരു ലോങ് ലോസ്റ്റ് ആർട്ട് ഫോം ആയി കൊഞ്ഞനം കുത്തൽ. അതെ, കുറെ പേര് എനിക്ക് ആക്ച്വലി കുറെ കാലമായി കൊഞ്ഞനം കുത്തിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് ദിവസം മുമ്പ് ട്രൈ ചെയ്തായിരുന്നു എന്ന് പറഞ്ഞ വീഡിയോ ഒക്കെ അയച്ചിട്ടുണ്ട്. ഇതെപ്പോഴെങ്കിലും പിന്നീട് ആ സെറ്റിൽ കണ്ടിന്യൂ ചെയ്തോ? ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കൊഞ്ഞനം കുത്താറുണ്ട്. എങ്ങനെയായിരുന്നു പരിപാടി? ഇത് പക്ഷെ ഉണ്ണിമായ മാം അല്ലേ ആദ്യം കാണിക്കുന്നത്? അപ്പം ഒറ്റ ടേക്കിൽ ശരിയാവുന്ന ഇത്രയും വികൃതമാക്കണോ എന്നൊക്കെ ഒന്ന് കാണിച്ചു വന്നോ. കൊഞ്ഞനം കുത്താൻ ആദ്യം സീനൊക്കെ പറഞ്ഞു തരുമ്പോ കൊഞ്ഞനം കുത്തറിയോ, പിന്നെ കൊഞ്ഞനം കുത്ത എങ്ങനെ കുത്തണ്ടേ, ഇങ്ങനെ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഓൾ 5 ഓപ്ഷൻസ് റെഡി ആയിരുന്നു. 5 ഓപ്ഷൻസ് ഒരെണ്ണടുത്ത് മതി എന്ന് പറഞ്ഞിട്ട്. ഇതിൽ പിന്നെ ഞാൻ വേറെ നോട്ടീസ് ചെയ്ത ഒരു കാര്യമാണ്, ഒരുപാട് സിനിമ റെഫറൻസസ് ആദ്യം മുതലേ വന്നു പോകുന്നുണ്ട്. ഏതൊക്കെ നമുക്ക് മനസ്സിൽ ഓർമ്മയുണ്ടോ ഏതൊക്കെയാ വന്നു പോകുന്നത്? സിനിമ റെഫറൻസസ് എന്ന് പറഞ്ഞത് അതായത് സിനിമയ്ക്കുള്ളിലെ മൃഗയ, പിന്നെ എന്തായിരുന്നു മറ്റേ വേട്ടമൃഗം അടുത്ത് ഇറങ്ങാൻ പോകുന്നു. പക്ഷെ എന്താ ഡെഫിനറ്റ്ലി അങ്ങനത്തെ നമ്മളിപ്പോ ഒരു ആ ആക്ടർ, അതായത് അതിലെ ഷാജഹാൻ എന്ന് പറയുന്ന ആക്ടറിലൂടെയാണ് ഈ റൈഫിൾ ക്ലബ്ബ് നമ്മൾ പ്രേക്ഷകൻ പരിചയപ്പെടുന്നത്. അപ്പം ഡെഫിനറ്റ്ലി ആ ആക്ടറിൻ്റെ കരിയർ ഇപ്പം എവിടെ വന്ന് നിൽക്കുന്നത്, ഈ റൈഫിൾ ക്ലബ്ബിലേക്ക് വരാനുള്ള ഡിസിഷൻ എടുക്കാനുള്ള റീസൺ എന്താ, ആ വേൾഡ് ബിൽഡിങ്ങിൽ വരുന്നതാണ് ഈ മൃഗയൊക്കെ. ഐ മീൻ അതിൽ വരുന്ന ലാഹേൽ മുക്കച്ചൻ റെഫറൻസും ഉണ്ടല്ലോ, ഒരു വണ്ടി. ഒരു വണ്ടി, അതെ അതെ, ഒരുപാട് റെഫറൻസ് ഒറ്റ വാച്ചിൽ ഇത്രയും വന്നു. അപ്പം അതാ ഞങ്ങളും ആദ്യമായിട്ടാണ് ആക്ച്വലി പടം കാണുന്നത്. ഇത് പല പല വേൾഡിൽ ഓരോന്നൊക്കെ നടക്കുമ്പോ വി ഓൾസോ ഡിഡ് നോ ദ ഹോൾ. അപ്പൊ നിങ്ങൾ കണ്ട പോലെ ഞങ്ങളും ആക്ച്വലി കണ്ടത് പടം. അപ്പൊ വി ആർ ഓൾസോ സ്റ്റിൽ പ്രോസസിങ് ഓൾ ഓഫ് ദിസ്. പക്ഷെ ലാഹേൽ മുക്കച്ചൻ പിന്നീടാണ് ഇറങ്ങുന്നത്. അപ്പം ഭയങ്കര ഒരു ബിൽഡിംഗ് ആണല്ലോ, വേൾഡ് ബിൽഡിംഗ് ആണ് നടന്നുകൊണ്ടിരുന്നത്. അല്ല ആ പാലാ സൈഡുകളിൽ അന്നത്തെ സമയത്തും ഒക്കെ ഒരുപാട് പേർക്ക് ആ പേരുണ്ട്. ഐ മീൻ അങ്ങനത്തെ ഭയങ്കര സ്പെസിഫിക് ആയിട്ടുള്ള ലാൻഡ് ലോഡ്സ് അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിയിലുള്ള ആളുകൾക്ക് അങ്ങനത്തെ പേരുണ്ട്. ചിലപ്പോൾ അതിൽ നിന്നായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ റൈറ്റേഴ്സ് പിക്ക് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പം മൃഗയിലും മമ്മൂക്ക ചെയ്യുന്നത് മെത്തേഡ് ആക്ടിങ്. സിനിമയിലോട്ട് വരുമ്പോൾ എന്തായിരുന്നു മെത്തേഡ് ആയിരുന്നു? എനിക്കൊന്ന് ലോകത്തൊറ്റൊരു മെത്തേഡേ ഉള്ളൂ, ആക്ടേഴ്സിന് കഴിച്ചിലാവുക എന്നാണ് ആ മെത്തേഡിന്റെ പേര്. ആക്ച്വലി ഈ പടത്തില് അങ്ങനെ എല്ലാവരുടെയും പ്രോസസ് ഒക്കെ ചെറുതായിട്ട് പൊളിഞ്ഞായിരുന്നു എന്ന് തോന്നുന്നു. അല്ലെ, അങ്ങോട്ട് പോവുക, യു ഹാവ് ടു ജസ്റ്റ് ബി ദെയർ. ലൈക്ക് അങ്ങനെ പ്ലാൻ ചെയ്യാനൊന്നും നമുക്കൊന്നും അറിയില്ല. പ്ലാൻ ചെയ്യാൻ നമ്മളത് അവിടെ പോയി നമുക്ക് വർക്ക് ചെയ്യാം. അങ്ങനെ ഒരു കോ ആക്ടറിന്റെ കൂടെ അല്ലെങ്കിൽ ശ്യാമേട്ടൻ ആഷിഖേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്ത്, അപ്പം അങ്ങനത്തെ പ്രോസസ് ആയിരുന്നു. ഇറ്റ് വാസ് ദ ഫസ്റ്റ് ടൈം. വലിയ ക്യാരക്ടറിനെ പറ്റി ഒന്നും ഞാൻ ആലോചിച്ചിട്ട് പോലും ഇല്ലായിരുന്നു ആക്ച്വലി. ഇറ്റ് വാസ് ജസ്റ്റ് വെരി അവിടെ പോയി കണ്ടുപിടിച്ച് ഉള്ള സാധനമായിരുന്നു. അതെ, മെത്തേഡ് ആക്ടിങ് എന്നല്ല, അങ്ങനെ യാതൊന്നും എടുക്കേണ്ടി വന്നിട്ടില്ല. പ്രത്യേകിച്ച് ഞങ്ങൾ ആരും വലിയ ബുദ്ധി ഉപയോഗിച്ചിട്ടില്ല, അതുകൊണ്ട് അത്രയും ബുദ്ധി വേണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഇത്രയൊക്കെ മതി, നിങ്ങൾ കൂടുതൽ ചോദ്യമൊന്നും ചോദിക്കണ്ട. അപ്പൊ ഷോട്ടിന് മുമ്പാണോ പറയുന്നത് നമ്മുടെ ഒരു ബ്രീഫ് കിട്ടുന്നത്? ഞങ്ങൾ ഈ ക്യാബിൻസിൽ ഇരിക്കുമ്പോ ഇപ്പൊ മോർണിംഗ് വന്നൊരു സീൻ പേപ്പർ ഇങ്ങനെ ഞങ്ങളൊന്ന് സീൻ വായിക്കും. അതിനെ പറ്റിയുള്ള എല്ലാ ബ്രീഫിങ്സ്, പിന്നെ സെപ്പറേറ്റ്ലി കുറച്ച് കോൺവെർസേഷൻസ് ഞങ്ങൾ പറ്റുന്ന അത്രയും വോട്ടെവർ വി ക്യാൻ മാനേജ് അങ്ങനെയായിരുന്നു കോൺവെർസേഷൻസ്. പിന്നെ സീനിന്റെ മുമ്പ് ഒബ്വിയസ്ലി
ബിൽഡ് ചെയ്യാറുണ്ട്. അപ്പൊ ഈ നോട്ടീസബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഡയലോഗ്സ്, ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു ഡയലോഗ്സ് ആയിരുന്നു. അപ്പൊ ആ ഡയലോഗ്സ് ഒക്കെ എപ്പോഴാണ്, ആ ടൈമിലാണോ കിട്ടുന്നത് അതോ ഇല്ല, നമുക്ക് അന്ന് ആ ടൈമിൽ അവിടെ ഇരുന്ന് എഴുതുന്നു എന്ന് പറയുന്ന സ്ഥലമല്ല. എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഇപ്പൊ റൈറ്റർ സുഹാസും ദിലീഷേട്ടനും ഇവര് ഫോം ചെയ്ത് ഇവർക്ക് ഒരുപാട് തരം ആലോചന വന്ന് അവരൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ടാവും. നമുക്ക് കിട്ടുന്നത് ആ മോർണിംഗ് ആണ് മോസ്റ്റ്ലി. മോർണിംഗ് ആണ് കിട്ടുന്നത്. നാളെ നമ്മൾ ഇതാണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. അവർക്ക് ചിലപ്പോൾ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ആലോചിച്ചിട്ടുണ്ടാവും. പക്ഷെ ആ ഡിസിഷൻ വരുന്നത് ചിലപ്പോൾ രാവിലെ ആയിരിക്കും. ഞാൻ ഫസ്റ്റ് ദിവസം ചെന്നിട്ട് ശ്യാമേട്ടനോട് പറഞ്ഞു, ശ്യാമേട്ടാ എനിക്ക് വേറെ ഒരു ഐഡിയ ഇല്ല, അപ്പോൾ എനിക്ക് RDXലൊക്കെ എനിക്ക് പ്രെപ്പ് ചെയ്യാനൊരു സ്ഥലമുണ്ട്, അല്ലെങ്കിൽ അവിടെ ചെന്ന് നിൽക്കാനുള്ള ധൈര്യമില്ല. അപ്പോൾ എനിക്ക് ആ ധൈര്യക്കുറവുണ്ട്, ഞാൻ ഭയങ്കര ഇൻസെക്യൂർ ആക്ടറാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞാ നമ്മൾക്ക് ഇത് ചെയ്ത് അത് കണ്ടെത്തി പോവാം, പേടിക്കണ്ട, 50% ഈ ക്യാരക്ടർ നീ ചെയ്തത്, 50% ഞാനാണ് ചെയ്യുന്നത്, നമ്മൾ രണ്ടുപേരോടാണ് ഈ ക്യാരക്ടർ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു ഓക്കെ താങ്ക് യു. അങ്ങനെ അതാണ് പ്രോസസ്സ്. എനിക്ക് തോന്നുന്നു ഈ സ്ഥലത്ത് നമുക്ക് എനിക്ക് തോന്നുന്നു ഫിലിം മേക്കർ അല്ലെങ്കിൽ റൈറ്റർ ഇവരുടെ ജഡ്ജ്മെൻറ്റ്സ് ആണ് നമ്മുടെ ആകെയുള്ള ജഡ്ജ്മെൻറ്റ്. നമ്മൾ തിയേറ്ററിൽ വരുന്നവരെ ഉള്ള ജഡ്ജ്മെൻറ്റ്. ആ സ്ഥലങ്ങൾ ഭയങ്കര സ്ട്രോങ് സ്ഥലങ്ങളാവുമ്പോൾ ചെയ്തു, അത് ഒന്നുകൂടെ ചെയ്യണം, അത് ഫുള്ളി ട്രസ്റ്റിംഗ് ആണ്. ഓൾ ദീസ് പീപ്പിൾ ഐ ഫുള്ളി ട്രസ്റ്റ്. അപ്പോൾ നമുക്ക് അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടി, സെക്കൻഡ് ഗസ് ചെയ്യേണ്ടി വരുന്നില്ല ഇങ്ങനത്തെ ഒരു സ്പേസിൽ. പിന്നെ പെട്ടെന്ന് ഷോട്ട് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ പലഹാരമൊക്കെ ഉണ്ടാവും, പല പണികളുണ്ട്, ഭയങ്കര തിരക്കിലായിരുന്നു. അങ്ങനെ കുറെ പ്രിവിലേജസ് കിട്ടിയല്ലേ. അങ്ങനത്തെ ഒരു സെറ്റ് ആയിരുന്നു. എന്തായാലും റൈഫിൾ ക്ലബിന്റെ പുറത്തോട്ട് വന്നാൽ RDX ഒരു കൊടൂര മാസ് വില്ലന്, പക്ഷെ അതിനുശേഷം ഭയങ്കര സെലക്ടീവ് പോലെ 1001 നുണകള്, ഓ ബേബി, അത് ഞാൻ അതിനു മുമ്പ് ചെയ്തതാണ്. അപ്പൊ ഓ ബേബി ആണ് ആദ്യം ചെയ്യുന്നത്, അതിനുശേഷം 1001 നുണകള്, അതിനുശേഷമാണ് RDX ഞാൻ ചെയ്യുന്നത്. ഐ മീൻ വർക്ക് നടക്കുന്നത്. റിലീസ് ആദ്യം ഓ ബേബി റിലീസായി. ഈ RDXും 1001 നുണകളും അടുത്തടുത്ത 2 ദിവസങ്ങളിലാണ് റിലീസാവുന്നത്. പക്ഷെ ഒന്ന് OTT ആയിരുന്നു. കുറച്ചും കൂടെ കഴിഞ്ഞിട്ടായിരിക്കും അതിനൊരു വിസിബിലിറ്റി കിട്ടിയത്. അതായിരിക്കാം. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് 1001 നുണകള്. പിക്ചർ ചെയ്യാൻ പറ്റിയില്ല, ആ വില്ലനിൽ നിന്ന് പോസിറ്റീവ് ക്യാരക്ടർ വന്നപ്പോൾ ഇയാൾ എപ്പോ പണി പറ്റിക്കും എന്നുള്ള ഒരു മൈൻഡിലായിരുന്നു. ഐ എം വെരി എക്സൈറ്റഡ് അബൌട്ട് ഹിം ആസ് ആൻ ആക്ടർ ആൻഡ് എവറിത്തിങ് ദാറ്റ് ഇനി വരാൻ പോകുന്ന പരിപാടികളിലൊക്കെ ഞാൻ ഭയങ്കര ഇൻവെസ്റ്റഡ് ആണ്. ഐ എം റൂട്ടിംഗ് ഫോർ ദിസ് ബോയ്. ഞാൻ പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെടുന്നത് ഇൻസോംനിയ നൈറ്റ്സ്, ആവറേജ് അമ്പിളി, അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ്. സെലക്റ്റീവ് ആണോ? സെലക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഞാൻ കംപ്ലീറ്റ്ലി ഫിലിം മേക്കറെയാണ് ട്രസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് കുറേ സിനിമകൾ വന്നിട്ട് ഞാനങ്ങ് എല്ലാം വേണ്ടാന്ന് വെച്ചിട്ട് അങ്ങനല്ല. അപ്പം അത്രയും അധികം ചോയ്സസ് ഇല്ല. അപ്പം അതിൽ തന്നെ ഞാൻ തുടങ്ങുന്നേ ഉള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഞാൻ തുടങ്ങുമ്പോൾ എനിക്ക് ഏറ്റവും ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഒരു ഫിലിം മേക്കറിലാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സമയമാണെങ്കിലും എനിക്ക് തോന്നുന്നത് അദ്ദേഹം പറയാൻ ആഗ്രഹിക്കുന്ന സ്റ്റോറിയിൽ പുള്ളിക്ക് ഈ സ്റ്റോറി പറയാൻ കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് എങ്ങനെ നിൽക്കാം നമ്മുടെ ക്രാഫ്റ്റ് വെച്ച്. അപ്പോൾ ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല ഒരു ആക്ടർ തലകുത്തി നിന്ന് അഭിനയിച്ചാൽ ഒരു സിനിമ നന്നാവുമെന്ന്. ഐ ട്രൂലി ബിലീവ് അത് ഫിലിം മേക്കറിൻ്റെ ഹാൻഡ്സിലാണ് സ്ട്രോങ് ആയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്ട്രോങ് ഹാൻഡ്സിൽ എത്താനാണ് ചിലപ്പോൾ നമ്മൾ കുറച്ചധികം വെയിറ്റ് ചെയ്തത് വർത്തായിട്ട് തോന്നി എനിക്ക്. ആശികേട്ടൻ വിളിച്ചു. ഇൻസ്റ്റാഗ്രാം ബയോ എവറി ആക്ടർ ബിഗിൻസ് ആസ് ആൻ അമച്വർ ആണ്. പ്രോഗ്രസ് ഉണ്ടോ? അമച്വറിൽ നിന്ന് മാറിയോ? അമച്വറിൽ നിന്ന് മാറ്റുന്നത് എപ്പോഴും നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന നമ്മൾ ആരോട് കൊളാബ് ചെയ്യുന്നു ഉള്ളതിനനുസരിച്ച് ഇരിക്കും. അപ്പോൾ നമ്മൾ മീഡിയത്തെ കാണുന്ന സിനിമയെ കാണുന്ന ചിലപ്പോൾ രീതി മാറും. ഒരു ഫിലിം ഇപ്പോൾ ഞാൻ കൃഷാന്തിനോട് വർക്ക് ചെയ്ത് ഇപ്പോൾ സംഘർഷഘടന എന്ന് പറഞ്ഞൊരു ഫിലിം അവിടെ പോകുന്നുണ്ട്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ലേണിംഗ് ആയിരുന്നു. ഐ മീൻ ക്രാഫ്റ്റിനെ അപ്രോച്ച് ചെയ്യുന്ന രീതി. ഇപ്പം എനിക്ക് തോന്നുന്നു വെച്ചാൽ നല്ല ഫിലിം മേക്കേഴ്സിൻ്റെ കൂടെ അങ്ങ് വർക്ക് ചെയ്ത് അങ്ങ് പോയാൽ നമുക്ക് അറിയാണ്ട് കുറച്ച് വിവരം വെക്കും. ആ ഒരു ഒറ്റ മാർഗ്ഗമേ ഞാൻ ഇതിൽ കാണുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് കൃഷാന്തിന്റെ പേര് പറഞ്ഞതുപോലെ തന്നെ കൃഷാന്ത് സിനിമകളിലേക്ക് വരണം. കാരണം നിങ്ങൾ അഭിനയിച്ച ഞങ്ങള് ഒരേ സമയത്ത് ആക്ച്വലി ഒരു ദിവസം ഇവിടെ റൈഫിൾ ക്ലബിൽ 2 ആൾക്കാരും തിരിച്ച് അങ്ങോട്ട് പോകുമ്പോൾ 2 days ലേറ്റർ ഒക്കെ ആ സെറ്റില് വി വർ 2 other ക്യാരക്ടേഴ്സ്. അപ്പോൾ ഭയങ്കര സെയിം ടൈമിലായിരുന്നു ഈ ഷൂട്ട്. വരുന്നൊരു സീരീസ് ഒരെണ്ണം വരുന്നുണ്ട് കൃഷാന്തിന്റെ സോണിയില്. അപ്പോൾ
അതില് ഞങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരുമിച്ചുണ്ടോ? ഞങ്ങള് ഒരു ഷോട്ട് ഒരു ഷോട്ടേ ഉള്ളൂ, കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള കുറെ വേൾഡ്സ് ഉണ്ടായില്ല. അപ്പൊ അത് ക്രേസി ആയിരിക്കും തോന്നുന്നു. കൃഷാന്തിന്റെ കൂടെ നേരത്തെ പുരുഷപ്രേതവും വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം സുൻസുങ്ങുവിന്റെ സംഘർഷ ഇത് എഴുതി പഠിക്കുവോ? അതെ അതെ, ഞങ്ങള് എന്തെങ്കിലും ചെറിയ പേരൊക്കെ ഇട്ട് ആർട്ട് ഓഫ് വാർ എന്നൊക്കെ പറയും. ബട്ട് ഞാന് ഒരു ഈ 15th ആണ് ഞാൻ പോയത് അതിന്റെ പ്രീമിയർ IFFK. അത് ഭയങ്കര എനിക്ക് അടുത്തൊരു 4-5 ദിവസങ്ങൾക്കിടയിൽ 2 ഭയങ്കര തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടി. ഭയങ്കര ഫുൾ പാക്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് സംഘർഷഘടന പ്ലേ ചെയ്ത സമയത്ത് എനിക്ക് വർക്കായി. അത് മനുഷ്യർ നന്നായിട്ട് റെസ്പോണ്ട് ചെയ്തു. ആ സിനിമയെ പറ്റി സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഒരു ക്ലബ്ബാണ്. നേരത്തെ നമ്മുടെ ദിലീഷേട്ടൻ പറഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കളിയാക്കും ഒരു പരിപാടികളൊക്കെ റൈഫിൾ ക്ലബിലെ പോലെ കുറച്ച് കയറിയാ കിടക്കുന്നത്. അപ്പോൾ ഈ ഇതേ ക്രൂ ആയിട്ട് ചെന്നിരുന്ന് ഇന്ന് തിയേറ്ററിൽ ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അപ്പോൾ എന്താ പറയുന്നത്, ഞാൻ ഭയങ്കര ലക്കിയാണ് ആ ഒരു ടേംസിൽ. ദർശനയുടെ ഒരു കൊളാബറേഷൻ പറയണം, കാരണം ഇപ്പം ആഷിഖ് കപൂറിന്റെ 4th ഫിലിം, കൃഷാന്തിന്റെ കൂടെ 2ാമത്തെ വർക്ക്. അപ്പം ഈ ഒരു കൊളാബറേറ്റീവ് വർക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയതുകൊണ്ടാണോ അതോ പേഴ്സണലി അതാണോ ഇഷ്ടമുള്ളത്? എനിക്ക് മോസ്റ്റ് ഓഫൻ എനിക്ക് ഉണ്ടായിട്ടുള്ളതെല്ലാം ഗ്രേറ്റ് എക്സ്പീരിയൻസസ് ആണ്. എൻ്റെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ഐ എം ആക്ച്വലി ഗെറ്റിംഗ് ടു ടിക്ക് മോസ്റ്റ് ഓഫ് ദീസ് പീപ്പിൾ ഐ വോണ്ട് ടു വർക്ക് വിത്ത്. അവർ പിന്നെയും വിളിക്കുന്നു എന്നുള്ളത് ഈസ് മൈ ബിഗ്ഗസ്റ്റ് ബ്ലെസ്സിങ്. ഓർ അത് ഭയങ്കരമായിട്ട് വർക്ക് ആവുന്നുണ്ട് മ്യൂച്വലി എന്നുള്ളതുകൊണ്ടാണ് ഇറ്റ്സ് ഹാപ്പനിങ്. ആൻഡ് ദാറ്റ്സ് എന്താ പറയുക, വേറൊരു സ്പേസിൽ ഒരേ ഇപ്പോൾ ആദ്യത്തെ ടൈം വർക്ക് ചെയ്യുമ്പോൾ നമ്മളൊരു ബോണ്ട് ഫോം ചെയ്യുന്നു. 2ാമത്തെ പ്രാവശ്യം ആകുമ്പോൾ ഇറ്റ് ഗെറ്റ്സ് മോർ കംഫർട്ടബിൾ, കുറച്ചും കൂടെ ഈസിയാണ് ആ പ്രോസസ്സ്. അപ്പോൾ അതെനിക്ക് കുറേ ഡയറക്ടേഴ്സിൻ്റെ കൂടെ ചെയ്യാൻ പറ്റുന്നത് ഐ എം റിയലി ഗ്ലാഡ്. ഐ മീൻ ഫിലിം മേക്കേഴ്സിൻ്റെ പെർസ്പെക്റ്റീവ് മാത്രമല്ല കേട്ടോ, ഞാൻ ഫസ്റ്റല്ലേ ആക്ട് ചെയ്യുന്നത്. നമുക്ക് നമ്മളത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനിയും വർക്ക് ചെയ്യണം, നമുക്ക് വീണ്ടും വർക്ക് ചെയ്യാൻ തോന്നുന്ന ഒരു വണ്ടർഫുൾ കോ ആക്ടറാണ് ദർശൻ. ഇറ്റ്സ് എ ഗ്രേറ്റ്, ആക്ച്വലി ഭയങ്കര രസമായിരുന്നു. ഞങ്ങൾക്ക് ഇതേ പറഞ്ഞ പോലെ ഞങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ഈ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അതൊന്നും എക്സ്പ്ലോർ ചെയ്യുന്നില്ല അങ്ങനെ സിനിമയിൽ. പക്ഷെ ഇഫ് വി ഹാഡൻറ്റ് ഹാഡ് ആ ഒരു ഫിഗർ ഔട്ട് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഐ ഫീൽ ലൈക്ക് ഇറ്റ് വുഡൻറ്റ് ഹാവ് ബിൻ. അപ്പോൾ നമുക്ക് ആ ഒരു കംഫർട്ട് ലെവലിലേക്ക് എത്തി. വി ഹാഡ് റീച്ച്ഡ് എ പ്ലേസ് വെയർ ഇതെങ്ങോട്ടാ പോകുന്നത് വെച്ചാൽ വീൽ ട്രാവൽ വിത്ത് ഇറ്റ്, അങ്ങനത്തെ ഒരു. അപ്പോൾ ഇറ്റ്സ് ഗ്രേറ്റ്, ലൈക്ക് അങ്ങനത്തെ കോ ആക്ടേഴ്സ്. ഞാൻ സംഘർഷഘടന ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ കൃഷാന്ത് വിളിച്ചിട്ട് മാൻ വിഷ്ണു മാൻ അപ്പോൾ തൊട്ട് ഐ എം ലൈക്ക് വെയിറ്റിംഗ് ടു see his work. അപ്പോൾ ക്വിക്ലി ഇനഫ് വി ഗോട്ട് ടു വർക്ക് ടുഗദർ ഓൾസോ. വെരി വെരി ഹാപ്പി. അടിപൊളി. ഇനിയും അവസരങ്ങൾ കിട്ടട്ടെ. ഇനി ഞങ്ങൾ വർക്ക് ചെയ്യും. അതെ, വർക്ക് ചെയ്തിരിക്കും. ഞങ്ങൾ തന്നെ ഉണ്ടാക്കും. എന്തായാലും അടിപൊളി. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ടൈം. താങ്ക് യു. ബെസ്റ്റ് വിഷസ് ഫോർ റൈഫിൾ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.